Hi dear students, very good morning to all. നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷൻ്റെയും ഇൻറ്റഗ്രൽ പാർട്ടാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് 4 ഫങ്ഷൻസാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസൈൻ ഫങ്ഷൻ. ഡിസൈൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസൈൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഡിസൈൻ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാം, അതിനെ ഡെവലപ്പ് ചെയ്യാം, പ്രോസസ്സിനെ ഡിസൈൻ ചെയ്യാം, ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആവാം, ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഓഫ് ഫെസിലിറ്റീസ് ആവാം, കപ്പാസിറ്റി പ്ലാനിങ് ആവാം. അങ്ങനെ ഇത് എന്തും ആയിക്കോട്ടെ, ഇതിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ടോട്ടൽ ഫ്രെയിം വർക്കാണ് ഈ പറയുന്ന ഡിസൈൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഓപ്പറേഷണൽ കൺട്രോൾ ഫങ്ഷൻ. ഓപ്പറേഷണൽ കൺട്രോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വരുന്ന ചില കൺട്രോൾ ഫങ്ഷൻസുകളാണ് ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് ചില തരത്തിലുള്ള ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു എക്സാമ്പിളാണ് കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റി പ്ലാനിങ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കപ്പാസിറ്റി കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്താൻ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു മെഷീന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മെഷീന് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു പക്ഷേ ആ മെഷീന് 100 യൂണിറ്റ്സ് ആണെങ്കിൽ അതിന് 100 പറ്റുള്ളൂ. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കലാണ് ഓപ്പറേഷണൽ ഫങ്ഷൻ കൺട്രോൾ ഫങ്ഷനിൽ വരുന്നത്. അടുത്തത് മൂന്നാമത്തേതാണ് ലോങ് ടേം ഫങ്ഷൻ. ലോങ് ടേം ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം 5 to 10 ഇയേഴ്സിനകത്തുള്ള രീതിയിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കലാണ് ലോങ് ടേം ഫങ്ഷനിൽ വരുന്നത്. അതായത് എവിടെയാണ് ഈ ഒരു നോ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കുക, അതൊക്കെ എന്താണ് ലോങ് ടേം ആണ്. കാരണം ഇന്നൊരു സ്ഥലത്ത് പ്ലാന്റ് തീരുമാനിച്ചിട്ട് പിന്നെ നാളെ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറിച്ച് നടാൻ പറ്റില്ല. അപ്പം നമ്മൾ വാങ്ങുന്ന സ്ഥലം, നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എവിടെയാണോ ആ സ്ഥലത്തായിരിക്കും നമ്മളത് ആ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേമിലേക്കായിരിക്കണം. അതായത് ഇന്ന് ഇവിടെ സ്ഥലത്തുണ്ടായിട്ട് നാളെ തന്നെ അത് മാറ്റാൻ പറ്റില്ല. ഒരു 5 വർഷമെങ്കിലും നമുക്കിവിടെ തുടരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മളൊരു സ്ഥാപനം ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. അടുത്തതാണ് ഷോർട്ട് ടേം ഫങ്ഷൻസ്. ഷോർട്ട് ടേം ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ഇയറിലൊക്കെ വരുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻ എടുക്കുക. അതായത് ഇപ്പം അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക്, പിന്നെ നമുക്ക് വേണമെങ്കിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്താ വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഷോർട്ട് ടേം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ഷോർട്ട് ടേം എന്ന് പറയുന്നത് 1-2 ആഴ്ച അങ്ങനെ വരേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് ഒരു വർഷത്തിൽ 2 തവണ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ അതാണ് ഷോർട്ട് ടേം ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പറയുന്നത്. ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും സ്കോപ്പും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറി പോകരുത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്കാണ് ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇവല്യൂഷൻ്റെ ടി ആണ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ക്ലിയർ ചെയ്തിട്ട് നോട്ടിൽ എഴുതാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രാബല്യത്തിൽ വന്നത് എന്ന് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഒരു ഫോർമൽ ഫീൽഡ് വരെ ആയിരുന്നില്ല. അതായത് 1950കളിൽ ഇതിൻ്റെ ഒരു 50ൻ്റെ അവസാന ഭാഗം, അതായത് 1960 കൂടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രാബല്യത്തിൽ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രാബല്യ ഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്കോളേഴ്സും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള സ്ട്രെസ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സ്ട്രെസ്സും ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു
ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്, ഇതിന് ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൈൽ സ്റ്റോൺസ്, അതുപോലെ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സൊക്കെ ഇതിനകത്ത് നമുക്ക് ഉണ്ട്. അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഉണ്ടായതല്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഷേപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്ത് വന്നതിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 10 പോയിൻറ്റ്സാണ് നമുക്കിതിൽ മെൻഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1770s ആ ഒരു ഘട്ടത്തോട് കൂടിയിട്ട്, അതായത് ഹ്യൂമൻ പവറിനെ മാറ്റിയിട്ട് മെഷീൻ പവർ ആയി വരുന്ന ആ ഒരു സമയത്താണ്. അതായത് ആ ഒരു ഘട്ടത്തിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്, ശരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് വരുത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നോട് കൂടിയിട്ട് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബറിനെ വിഭജിക്കുക എന്നുള്ള ആ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഡം സ്മിത്താണ്. ഇൻ 1776 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ്സ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സീരീസ് ഓഫ് സ്മോൾ എലമെൻ്റൽ ടാസ്ക് ഈച്ച് ഓഫ് വിച്ച് ഈസ് പെർഫോംഡ് ബൈ ഡിഫറെൻറ്റ് വർക്കേഴ്സ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു വർക്കിനെ ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരാളെ പാക്കിങ്ങിലാക്കുക, ഒരാൾ സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സെക്ഷനിൽ വെക്കുക, ഒരാൾ അതിനെ ഷേപ്പ് ചെയ്യുക, അങ്ങനെ ഒരാളതിൻ്റെ ആ ഒരു നമ്മൾ ട്രേഡ് മാർക്ക് എന്തെങ്കിലും അതിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എന്താ ഒരു സംഭവത്തിനെ ഒരു സോപ്പ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു വർക്കിനെ പല സ്മോൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് ലേബറിനകത്ത് പറയുന്നത്. അതാണ് അതിൻ്റെ മീനിങ്. രണ്ടാമത്തേതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നമുക്കറിയാം സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ആരാണ്, ഫാദർ ഓഫ് ദി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരാണ്, ഫ്രെഡറിക് ഡബ്ല്യു ടൈലറാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം സയൻറ്റിഫിക് ആയിട്ടുള്ള രീതികളിൽ അപ്രോച്ചസ് എടുത്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം. നമുക്കറിയാം വർക്ക് സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡീസൊക്കെ ഫ്രെഡറിക് ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടേംസുകളാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ്, അനാലിസിസ്, ഒബ്സർവേഷൻസ്, പലതരത്തിലുള്ള പ്രപ്പോർഷൻസൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷനെ ഡിവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുക, അത്തരത്തിലുള്ള ഒരുപാട് രീതിയിലുള്ള പലതരത്തിലുള്ള ടാസ്കും പെർഫോമൻസും ഒക്കെ ആയിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനകത്ത് ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അടുത്ത മൂന്നാമത്തതാണ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ഫിലോസഫി കുറച്ചും കൂടി വൈഡാക്കാൻ വേണ്ടിയിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത് 20th സെഞ്ച്വറിയിലാണ് ഇത് ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹാവ്ത്രോൺ സ്റ്റഡീസിലാണ്. ഹാവ്ത്രോൺ സ്റ്റഡീസ് നമുക്കറിയാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എൽട്ടൺ മേയോ ആണ്. എൽട്ടൺ മേയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹാവ്ത്രോൺ സ്റ്റഡീസിനകത്താണ് പ്രധാനമായിട്ടും ഈ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ജോബ് എൻലാർജ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ടോട്ടൽ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രൊപ്പോർഷനേറ്റ് ചെയ്തുകൊണ്ട്, അതായത് വർക്കേഴ്സ് കൂടുതൽ വർക്ക് കൊടുത്തിട്ട് സ്മോൾ ഉള്ളതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ലാർജ് വർക്ക് കൊടുക്കുക എന്നുള്ള സിസ്റ്റമാണ് പ്രധാനമായിട്ടും ഇതിൽ ഇവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്, ഹാവ്ത്രോൺ സ്റ്റഡീസ് പ്രകാരം ശ്രമിച്ചിട്ടുള്ളത്. അടുത്തതാണ് മാനേജ്മെൻറ്റ് സയൻസ്. മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രധാനമായിട്ടും ഹ്യൂമൻ ആസ്പെക്ട്സിനെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ലെവലിൽ ഫോക്കസ് ചെയ്തു. ആൻഡ് ഇവരെന്ത് ചെയ്തു, ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ടുള്ള ജോബ് ഡിസൈനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആസ്പെക്ട്സും ഇതിനകത്ത് കൊണ്ടുവന്നു. അതാണ് ഈ മാനേജ്മെൻറ്റ് സയൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു യുണീക്കായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇത് മാനേജ്മെൻറ്റ് സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത്
ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക, അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സൊക്കെയാണ് ഇതിനകത്ത് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് E.W. ഹാരിസ് ഇൻ 1913 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാത്തമാറ്റിക്കൽ മോഡൽസ്. അപ്പം മാനേജ്മെൻറ്റ് സയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലായിട്ട്, അതായത് മാത്തമാറ്റിക്കൽ മോഡൽസും പ്രോബബിലിറ്റിയും പ്രപ്പോർഷൻസും അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് തിയറീസിൻ്റെ കൂടെ മാത്തമാറ്റിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച്, നമ്മൾ ക്യൂട്ടിലൊക്കെ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റ് സയൻസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അടുത്തതാണ് കമ്പ്യൂട്ടർ ഏജ്. നമുക്കറിയാം 1970 ആയപ്പോഴത്തേന് ബിസിനസ്സിൽ കമ്പ്യൂട്ടർ എന്നുള്ള സംഭവം ഒരുപാട് വന്നു. അതായത് ക്വാണ്ടിറ്റേറ്റീവ് മോഡൽസിലൊക്കെ മാനേജ്മെൻറ്റ് സയൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ ലാർജർ സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ ഈസിയർ ആവാൻ വേണ്ടി, അതായത് കുറേ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അതൊക്കെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്തും പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം പ്രോപ്പറായിട്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു കമ്പ്യൂട്ടർ ഏജ് മറ്റൊരു തരത്തിൽ ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു. അപ്പം ലാർജ് സ്കെയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത് യൂസ്ഫുള്ളായി വന്നിട്ടുള്ളത്. അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കുഡ് ബി യൂസ്ഡ് ഓൺ എ കഴിഞ്ഞിട്ട് ഒരു 5 വന്നിട്ടുണ്ട്. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ക്ലിയർ ചെയ്യുക കേട്ടോ. ഓൺ എ ലാർജ് സ്കെയിലിനാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് 6th വണ്ണാണ് ജസ്റ്റ് ഇൻ ടൈം. നമുക്കറിയാം GIT, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫിലോസഫിയിലെ ജാപ്പാൻ 1980 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണത്. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹൈ വോളിയം പ്രൊഡക്ഷനാണ്. ഇതിനകത്ത് ഹൈ വോളിയം പ്രൊഡക്ഷനാണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് കുറച്ച് ഇൻവെൻട്രി ഉപയോഗിച്ചിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, മിനിമം ഇൻവെൻട്രി കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അല്ലേ. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള ഫിലോസഫി ഈ എഡ്വേർഡ്സൊക്കെയാണ് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് എഡ്വേർഡ്സൊക്കെ. അപ്പോൾ ഇതിനകത്ത് എന്താ വരുന്നത്, മാക്സിമം ഹയർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഹയർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സും സർവീസസും കൊടുത്തിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യുക, മാക്സിമം കോമ്പറ്റേറ്റീവിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നമ്മളൊരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചിട്ടുള്ളതാണ് എന്ത്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ സപ്ലയേഴ്സ് ആൻഡ് ബയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഓൾ വേ ടു ദ ഫൈനൽ കസ്റ്റമർ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, that everyone in the supply chain work together to reduce overall cost and improve the quality and services of the delivery to the customers. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന സപ്ലൈ ചെയിനിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് നമുക്കറിയാം, ഒരുപാട് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ വേസ്റ്റ് കുറക്കുക, റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സും പാർട്സൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, പ്രകൃതിക്ക് എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പ്രകൃതിൻ്റെ വായു അല്ലെങ്കിൽ വാട്ടർ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം, ഗ്ലോബലായിട്ടുള്ള വാർമിംഗ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റുള്ള എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, അതേപോലെ തന്നെ ISO മുദ്രയുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അത്തരത്തിലൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ക്വാളിറ്റി പ്രൊഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം സ്റ്റാൻഡർഡൈസേഷൻ യൂസ് ചെയ്തിട്ട്, ആ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട്, ആ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻവിറോൺമെൻറ്റിനോടും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇലക്ട്രോണിക് കൊമേഴ്സ്, കൊമേഴ്സ്. നമ്മൾ സബ്ജക്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെ ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക, സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഡാറ്റ ട്രാൻസ്ഫർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി സ്പീഡായിട്ടുള്ള അവൈലബിലിറ്റീസ്, നമ്മളെ കമ്പനീൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയാനും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം B2B B2C നമുക്ക് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം.
വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കമ്പനീസ് ഇതിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. സച്ച് ആസ് Amazon.com, ഫ്ലിപ്കാർട്ട് അല്ലേ, ലൈംറോഡ്, ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ്, eBay പറഞ്ഞിട്ടുള്ള പല സൈറ്റ്സും നമുക്ക് എന്ത് ചെയ്യാണ്, അവൈലബിൾ ആണ് നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനീസിൻ്റെ പ്രോഡക്റ്റ്സ് എത്തിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇ-കോമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഇത്രയും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, നോട്ട്സ് എഴുതുക. ഓക്കെ, OMR അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.